കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കള്ളക്കടത്തിൽ ADGP P. വിജയന് പങ്കുണ്ടെന്ന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് തന്നോട് പറഞ്ഞെന്നായിരുന്നു അജിത് കുമാർ മൊഴി നൽകിയത്. എന്നാൽ താനിങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ഇത് പൂർണ്ണമായും വ്യാജമാണെന്നും വ്യക്തമാക്കി സുജിത് ദാസ് ഇതിന് പിന്നാലെ രംഗത്ത് വന്നു. തുടർന്ന് തനിക്കെതിരെ അപകീർത്തികരമായ വ്യാജമൊഴി നൽകിയതിന് ക്രമസമാധാന ചുമതലയിൽ ഉണ്ടായിരുന്ന അജിത് കുമാറിനെതിരെ കേസെടുക്കണമെന്ന് P. വിജയൻ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് അന്വേഷണം നടത്തി അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ ശുപാർശ നൽകിയത്. തൃശൂർ പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ വിഷയങ്ങളിലും MR അജിത് കുമാർ അന്വേഷണം നേരിടുന്നതിനിടയിലാണ് DGPയായി സ്ഥാനക്കയറ്റം നൽകാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത്. ചീഫ് സെക്രട്ടറി, DGP, ആഭ്യന്തര സെക്രട്ടറി, വിജിലൻസ് ഡയറക്ടർ എന്നിവരടങ്ങിയ IPS സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകിയത്. കവടിയാറിലെ അജിത് കുമാറിന്റെ വീട് നിർമ്മാണം, ഫ്ളാറ്റ് വാങ്ങൽ, സ്വർണ്ണക്കടത്തിലെ ബന്ധം തുടങ്ങിയ വിഷയങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. പ്രാഥമിക അന്വേഷണത്തിന് DGP തുടക്കമിട്ടതിന് പിന്നാലെ കേസ് വിജിലൻസിന് കൈമാറുകയായിരുന്നു. എന്നാൽ വീട് നിർമ്മാണം വായ്പയെടുത്താണെന്നും ഫ്ളാറ്റ് വിൽപ്പനയിൽ കൃത്രിമത്വമൊന്നും ഇല്ലെന്നുമായിരുന്നു വിജിലൻസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. അതേസമയം വരുന്ന മെയ് 30-നാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് വിരമിക്കാനിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒഴിവിലേക്ക് നിലവിൽ 6 പേരുകളാണ് പരിഗണനയിൽ ഉള്ളത്. UPSC ബോർഡ് സംസ്ഥാനത്തിന് കൈമാറുന്ന 3 പേരുടെ ചുരുക്കപ്പട്ടികയിൽ MR അജിത് കുമാറിന്റെ പേരുൾപ്പെടുമോ എന്ന ചോദ്യങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള DGPയുടെ ശുപാർശ. ന്യൂസ് 18 തിരുവനന്തപുരം.